പഠിക്കുന്നത്. ഞാൻ എൻ്റെ അടുത്ത ചാപ്റ്ററൊന്നും എടുത്തിട്ടില്ല. ഞാൻ എടുത്ത നോട്ടെന്നല്ല ഞാൻ എടുക്കുന്നത്, ടെക്സ്റ്റ് തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. ഇനി നോട്ടൊന്ന് വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. ബിക്കോസ് എന്തായാലും ടെക്സ്റ്റ് ആണല്ലോ എഴുതാൻ പോകുന്നത്. Colligative property of a dilute solution are those property which depend entirely upon the number of particles of solute present in a known volume of given solvent. ഇതെന്താണ് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഡൈല്യൂട്ട് സൊല്യൂഷൻസ്. ഡൈല്യൂട്ട് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡൈല്യൂട്ട് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അറിയാമായിരിക്കുമല്ലോ. ഇതാണ് നമ്മളെ സൊല്യൂഷൻ. ഇതിനകത്ത് സോൾവെൻ്റ് എന്ന് പറയുന്നത് സോൾവെൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ അധികവും, എന്നാൽ ഇത്ര സോൾവെൻ്റ് ഉണ്ടെങ്കിൽ അതിനകത്ത് സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷൻ എന്തായിരിക്കും? അളവിൽ വളരെ വളരെ കുറവായിരിക്കും അല്ലേ? അതാണ് നമ്മളെ ഡൈല്യൂട്ട് സോൾവെൻറ്റ്സ്. ഇവിടെ എഴുതുന്ന മനസ്സിലാവുന്നില്ലെങ്കിൽ എന്നോട് നെക്സ്റ്റ് ക്ലാസ് മുതൽ പറഞ്ഞാൽ മതി. നമുക്ക് വേറെ ഞാൻ നോക്കിയിട്ട് ചെയ്യാം. ഓക്കെ, colligative property of a dilute solution are those property which depend entirely upon the number of particles. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈല്യൂട്ട് സൊല്യൂഷൻ വരെ നമുക്ക് കാണിച്ചു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഓഫ് ഡൈല്യൂട്ട് സൊല്യൂഷൻ. അപ്പോൾ ഡൈല്യൂട്ട് സൊല്യൂഷനുള്ള പ്രോപ്പർട്ടിയാണ് എന്ത്? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. വിച്ച് ഡിപ്പെൻഡ് ഓൺ, അതെന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? എൻറ്റയർലി, മൊത്തമായി അതെന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. നമ്മൾ എന്ത് കണ്ടിട്ടുണ്ട്? ഇത് ലാബറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നോട്ട് തന്നിട്ടുണ്ട്. എന്താണ്? ഒരു ക്ലാസ്സിൽ 10 പിള്ളേരുണ്ടെന്ന് വിചാരിക്കാം. നമ്മൾ മെഷർ ചെയ്യുന്നത് അവിടെയുള്ള നോയ്സാണ്. ഓക്കെ, 5 പിള്ളേരുണ്ട്. അവരെന്ത് ചെയ്യുക? 5ഓ 10ഓ പിള്ളേരുണ്ട്. അവരെന്ത് ചെയ്യും? ഒച്ചപ്പാടാക്കുക, അവിടെ നിന്ന് ബഹളം ഉണ്ടാക്കുക. ഓക്കെ, അപ്പം ഞാനിവിടുന്ന് രണ്ടാളെയും മാറ്റി സെയിം വേറെ 2 പിള്ളേരെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ എന്തെടുക്കും? അവിടെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് മാറുന്നില്ല, അവിടെയുള്ള നോയ്സ് എന്താണ്? സെയിം ആണ്. ഓക്കെ, നമ്മൾ മെഷർ ചെയ്യുന്ന നോയ്സ് സെയിം ആണ്. അങ്ങനത്തെ പ്രോപ്പർട്ടി വിച്ച് ഡിപ്പെൻഡ് ഓൺ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. ഓക്കെ, നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ അതിനെന്ത് പറയാം? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയാം. ഇപ്പം ഇവിടെ നമ്മൾ നോയ്സ് കൺസിഡർ ചെയ്തു അല്ലേ? ജസ്റ്റ് അത് കുറച്ചും കൂടെ മനസ്സിലാവാൻ വേണ്ടി ഞാൻ എന്ത് പറയുക? കൊളിഗേറ്റീവ് നമ്മൾ വേറെ പ്രോപ്പർട്ടി എടുക്കുക. എന്താ? വല്ല എന്ത് ചെയ്യുക? ഒരു ക്യൂസ് കോമ്പറ്റീഷൻ അയക്കുക. അപ്പം ഞാൻ ഇവിടെ എത്ര നമ്പർ അയച്ചെന്നല്ല, എന്ത് ക്വാളിറ്റിയാണ്, എന്താണ് ഈ സോൾവെൻറ്റിന് കൊടുക്കാനുള്ളത്, എങ്ങനെയാണ് ഈ സോൾവെൻറ്റ് ബിഹേവ് ചെയ്യുന്നത്, ആ പ്രോപ്പർട്ടീസിനെയാണ് എന്ത് ഡിപ്പെൻഡ് ചെയ്യുക? അത് വേറെ തരത്തിലുള്ള പ്രോപ്പർട്ടീസ്. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്താ? നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ്. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. ഓക്കെ, അണ്ടർലൈൻ ചെയ്ത നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് സൊല്യൂട്ട്, നമ്മൾ ആഡ് ചെയ്യുന്ന സൊല്യൂട്ട് പാർട്ടിക്കിൾസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസാണ് എന്ത്? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. ഓക്കെ, ഇനി നോൺ വോളിയം ഓഫ് ഗിവൺ സോൾവെൻറ്റ് എന്ന് വെച്ചാൽ എന്താ? നമ്മളൊരു സോൾവെൻറ്റ് എടുക്കുന്നു, ഇതിൻ്റെ വോളിയം നമുക്ക് എന്താ ചെയ്യാം? അറിയാം. 1 ലിറ്റർ ആണെങ്കിൽ 1 ലിറ്റർ, 10 ml ആണെങ്കിൽ 10 ml, എത്രയാണ് നമുക്കറിയാം. ആ സോൾവെൻറ്റിൽ എത്ര സൊല്യൂട്ട് ഇട്ടാൽ, എത്ര സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ക്വാണ്ടിറ്റി, അത്ര നമ്പർ എന്ന് പറഞ്ഞാൽ എത്ര ക്വാണ്ടിറ്റി എന്നുള്ള രീതിയിൽ എത്ര ക്വാണ്ടിറ്റി ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഈ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്നുള്ള പ്രോപ്പർട്ടിയിൽ ചേഞ്ച് വരുന്ന പ്രോപ്പർട്ടിയാണ് എന്ത്? നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് വെച്ച് ചേഞ്ച് വരുന്ന പ്രോപ്പർട്ടീസാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. ഇതുവരെ ഫോളോ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇവിടെ ചോദിക്കാമെന്നല്ല, ഇതിപ്പോൾ റെക്കോർഡഡ് ലെസൺ ആയതുകൊണ്ട് ചോദിക്കാൻ പറ്റില്ല, മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതി. ഓക്കെ, ഇഫ് എ സൊല്യൂട്ട് പാർട്ടിക്കൽ ഡിസോസിയേറ്റ് ഇൻ ടു സൊല്യൂഷൻ ദ നമ്പർ ഓഫ് പാർട്ടിക്കൽ ഇൻക്രീസസ്. ഓക്കെ, സൊല്യൂട്ട് എന്ത് ചെയ്യും? സൊല്യൂട്ട് പാർട്ടിക്കൽ നമ്മൾ ആഡ് ചെയ്ത സൊല്യൂട്ട് പാർട്ടിക്കിൾ എന്ത് ചെയ്യുക? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയ പോലെ തന്നെ അതിനെ ഡിസോസിയേറ്റും ചെയ്യുക, പൊട്ടിപ്പോവുക, ഇല്ല എന്ത് ചെയ്യുക? അസോസിയേറ്റും ചെയ്യുക. അങ്ങനെ അസോസിയേറ്റും ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾ വ്യത്യാസം വരും അല്ലേ? ആ നമ്പർ ഓഫ് പാർട്ടിക്കിൾ വ്യത്യാസം വരുന്നതിനനുസരിച്ച് ചേഞ്ചസ് ഉണ്ട്. അപ്പോൾ സൊല്യൂട്ട് പാർട്ടിക്കിൾ ഡിസോസിയേറ്റ് ഇൻ എ സൊല്യൂഷൻ, ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഇൻക്രീസസ് ആൻഡ് ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഡിസോസിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പാർട്ടിക്കിളിൻ്റെ നമ്പർ ഇൻക്രീസ് ചെയ്യും അല്ലേ? എ ഗിവിങ് B+C ആണെങ്കിൽ നമ്പർ എന്തായി? കൂടി അല്ലേ? നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കൂടി. ആൻഡ് വാല്യൂ ഓഫ് ദ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി, അങ്ങനെ തന്നെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീൻ്റെ വാല്യൂ എന്താവും? ഇൻക്രീസ് ചെയ്യും. സിമിലർലി ഇഫ് ദ സൊല്യൂട്ട് പാർട്ടിക്കൽ അസോസിയേറ്റ്, ഇനി അസോസിയേറ്റ് ആണ് നടക്കുന്നതെങ്കിൽ എയും കൂട്ടിയിട്ട് ഒരു
ഇങ്ങനെ ഒരു മോളിക്യൂൾ ഫോം ചെയ്ത നമ്പർ ബോണ്ടാണ് കാണിക്കുന്നത്, ഫോം ചെയ്ത് അവിടെയും പാർട്ടിക്കിൾസ് എന്താവും, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് മാറും അല്ലേ. നമ്മളൊരു സോൾവെൻ്റ് എടുക്കുക, ആ സോൾവെൻറ്റിൽ എന്ത് ചെയ്യാം, ഓക്കെ കുറച്ചും കൂടെ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു ഇതിനകത്ത്. ഓക്കെ, അപ്പം നമ്മൾ ഈ പാർട്ടിക്കിൾ എടുക്കുക, എയും ഞാൻ എ എഴുന്നിട്ട് അപ്പോൾ ചിലത് എന്താവും എയും എ ആയിട്ട് ഫോം ചെയ്യും. അങ്ങനെ ഞാൻ ആഡ് ചെയ്ത പാർട്ടിക്കിളിൻ്റെ എണ്ണം 6 ആണെന്ന് വിചാരിക്കുക. ഇവിടെ എത്ര പാർട്ടിക്കിളാണ് ഉള്ളത്? 1 2 3 4 പാർട്ടിക്കിളായിട്ട് മാറും അല്ലേ. അങ്ങനെ നമ്മൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിൻ്റെ എണ്ണം കുറയുന്നതിനനുസരിച്ച് എന്ത് വരും, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയിൽ വ്യത്യാസം വരും. അങ്ങനെ വ്യത്യാസം വരുന്ന പല കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്. അതാണ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ. ഒന്നാണ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ. ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയിലോട്ട് പോകാം. അടുത്ത എലിവേഷൻ, ബോയിലിംഗ് പോയിൻറ്റ്, ഡിപ്രഷൻ ആൻഡ് ഫ്രീസിങ് പോയിൻറ്റ്, ഓസ്മോട്ടിക് പ്രഷർ. ഇതാണ് 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. ഓക്കെ, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആർ വെരി യൂസ്ഫുൾ ഇൻ ഡിറ്റർമൈനിങ് മോളിക്കുലർ വെയിറ്റ്. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഞാൻ CP എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്യുന്നതാണ്. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി വെച്ച് നമുക്ക് മോളിക്കുലർ വെയിറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഓഫ് നോൺ വോളറ്റൈൽ സോളിഡ്സ്, ഓഫ് ഡിസോസിയേറ്റഡ് നോൺ വോളറ്റൈൽ സോളിഡ്. ഡിസോസിയേറ്റഡ് ആയിട്ടുള്ള നോൺ വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താ, നോൺ വോളറ്റൈൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. വോളറ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു സിസ്റ്റം എടുക്കുന്നു, നമ്മൾ വാട്ടർ സിസ്റ്റം എടുക്കുകയാണെങ്കിൽ വാട്ടർ നമ്മൾ ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെന്തോ ബോയിലാവണമെന്നില്ല, വാട്ടറൊന്നും എടുക്കുന്നില്ല, നമ്മൾ H2O2 പോലത്തെ സിസ്റ്റം എടുക്കുക. H2O2 എന്താവും, O പോയിട്ട് ഇത് കുറച്ച് കഴിഞ്ഞാൽ എന്താവും, H2O മാത്രമേ ഉണ്ടാവും ഈ സോൾവെൻറ്റിൽ. ഓക്കെ, അതാണ് വോളറ്റൈൽ സോൾവെൻറ്റ്. വോളറ്റൈൽ സോൾവെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എസ്കേപ്പ് ചെയ്യേണ്ട ടെൻഡൻസി എന്തായിരിക്കും, വളരെ വളരെ അധികമായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ഈതർ എടുത്തു കഴിഞ്ഞാൽ, ഈതറിൻ്റെ കുപ്പി എടുത്തു കഴിഞ്ഞാൽ നമ്മളെന്താ പറഞ്ഞത്, ഈതറിൻ്റെ കുപ്പി എടുത്തു കഴിഞ്ഞാൽ ഇതിനടച്ച് വെച്ചില്ലെങ്കിൽ എന്താകും, കുറച്ച് കഴിയുമ്പോൾ പെട്ടി മാത്രമേ ഉണ്ടാവൂ, ഈതർ ഉണ്ടാവില്ല. ഓക്കെ, അങ്ങനത്തെ സോൾവെൻറ്റ്സിനെ നമ്മളെന്താ പറയുന്നത്, വോളറ്റൈൽ. വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ എൻ്റെ എസ്കേപ്പിംഗ് ടെൻഡൻസി എന്ന് പറഞ്ഞാൽ ഗ്യാസ് ആവേണ്ട ടെൻഡൻസി എന്താണ്, ഹൈ ആണ്. ഓക്കെ, the term colligative property arises from the fact that these properties are not bound together because of their common origin. Okay, lowering of vapor pressure. നമുക്ക് lowering of vapor pressure പോവാം. Whenever a non-volatile substance is dissolved in a solvent, നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു നോൺ വോളറ്റൈൽ സബ്സ്റ്റൻസിനെ ഡിസോൾവ് ഇൻ എ സോൾവെൻറ്റ്. ഇതാണ് നമ്മളെ സോൾവെൻറ്റ്. ഈ സോൾവെൻറ്റിലോട്ടേക്ക്, ഇത് വോളറ്റൈലാണ്, വോളറ്റൈലുള്ള സോൾവെൻറ്റിലോട്ടേക്ക് നോൺ വോളറ്റൈലുള്ള സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് പഠിക്കും, അവിടെ ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ നടക്കും. LVP എന്ന് പറഞ്ഞിട്ട് ഞാൻ ഡിനോട്ട് ചെയ്യുന്നു. അങ്ങനെ ഡിനോഷൻ ഇല്ല, ജസ്റ്റ് അവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ എഴുതിയെന്നേ ഉള്ളൂ. ഓക്കെ, നമ്മൾ വോളറ്റൈൽ നോൺ വോളറ്റൈൽ ആയിട്ടുള്ള സോൾവെൻറ്റിലോട്ടേക്ക് വോളറ്റൈൽ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സോറി ചെറിയ വ്യത്യാസമുണ്ട്. എന്താണ് പറഞ്ഞത്, വോളറ്റൈലുള്ള സോൾവെൻറ്റിലോട്ടേക്ക് നോൺ വോളറ്റൈൽ ആയിട്ടുള്ള സോൾവെൻറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് നടക്കും, ആ സിസ്റ്റത്തിൻ്റെ എന്ത് ടെൻഡൻസിയാണ് കുറയാം, അതിൻ്റെ ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറയുന്ന വാല്യൂ ചെറുതായിപ്പോവും. അതിനെയാണ് നമ്മൾ ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അത് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി, നമ്മളെടുത്തൊരു സിസ്റ്റം, ആ സിസ്റ്റത്തിലോട്ടേക്ക് ഒരു നോൺ വോളറ്റൈലുള്ള സോൾവെൻറ്റ് ആഡ് ചെയ്തപ്പം അതിൻ്റെ നമ്പറിനനുസരിച്ച് ഈ വാല്യൂ എന്താവും, കുറയും കൂടുകയൊക്കെ ചെയ്യും, എന്ത്, വേപ്പർ പ്രഷർ. ഓക്കെ, The lowering of vapor pressure can be readily understood in terms of Raoult's law. Lowering of vapor pressure നമുക്ക് എന്തിൻ്റെ ടേംസിൽ മനസ്സിലാക്കാം, റൗൾട്ട്സ് ലോൻ്റെ ബേസിസ് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ദിസ് ലോ സ്റ്റേറ്റ് ദാറ്റ് പാർഷ്യൽ പ്രഷർ ഓഫ് ദ വോളറ്റൈൽ കോമ്പണൻറ്റ് ഇൻ ദ സൊല്യൂഷൻ ഇസ് പ്രൊപ്പോർഷണൽ ടു ദ മോൾ ഫ്രാക്ഷൻ. എന്താ പറയുക,
റൗൾസ് ലോ എന്താ പറയുന്നത്, നമുക്ക് ഈ ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ എന്നുള്ള പ്രോപ്പർട്ടി വേപ്പർ പ്രഷറിനെ വെച്ചിട്ട് മനസ്സിലാക്കാം. വേപ്പർ പ്രഷർ എന്തായിരുന്നു ഓർക്കുന്നോ? വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സിസ്റ്റം എടുക്കുന്നു, വാട്ടർ എന്ന് പറയുന്ന സിസ്റ്റമാണ് എടുക്കുക. അപ്പോൾ ഈ വാട്ടർ എന്ന് പറയുന്ന സിസ്റ്റം എന്തായിരിക്കണം? വാട്ടർ എന്ന് പറയുന്നത് കുറച്ചും കൂടി ക്ലിയർ ബ്ലൂവിലാണോ ബ്ലാക്കിലാണോ ഗ്രീനിലാണോ? ഗ്രീനാന്ന് തോന്നുന്നു അല്ലേ? സോറി, ചെറിയ ഹെൽത്ത് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ പറഞ്ഞതൊന്നും വന്നില്ല. എന്തെങ്കിലും മിസ്സായി പോയില്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ വേപ്പർ പ്രഷറാണ് പഠിക്കാൻ നോക്കുന്നുണ്ടായത്. അപ്പോൾ വേപ്പർ പ്രഷർ എന്താണ്? നമ്മളൊരു വാട്ടറും പിന്നെന്താ നമ്മളെ വേപ്പറും, ലിക്വിഡും വേപ്പർ ഫോമും ഇക്വിലിബ്രിയത്തിലുള്ള സിസ്റ്റത്തിൽ നോക്കുക. അപ്പോൾ ഇത് വാട്ടർ ലിക്വിഡ് ഫോമിലും ഇത് വാട്ടർ വേപ്പർ ഫോമിലാണ് കൺസിഡർ ചെയ്യുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവർ ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഇവിടെ ഇവിടെ വോൾസിൽ ആര് പ്രഷർ എക്സേർട്ട് ചെയ്യും? വേപ്പർ പ്രഷർ എക്സേർട്ട് ചെയ്യും. ഓക്കെ, ഈ പ്രഷറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് കരുതുന്നു. കൂടുതൽ കളറായി എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. ഇവിടെ വാട്ടറുണ്ട്, വാട്ടറിൻ്റെ ലിക്വിഡ് ഫോമിലാണുള്ളത്. ഇവിടെ വാട്ടറിൻ്റെ വേപ്പറുണ്ട്. ഇവരെന്താണ്? ഇക്വിലിബ്രിയത്തിലാണുള്ളത്. അപ്പോൾ ഈ വാട്ടറിൻ്റെ വേപ്പർ എന്ത് ചെയ്യും? പ്രഷർ എക്സേർട്ട് ചെയ്യും. ഈ പ്രഷറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത്. പാർഷ്യൽ എന്താ? മൊത്തം ലിക്വിഡ് അപ്ലൈ ചെയ്യുന്നുണ്ടോ? ഇല്ല, വേപ്പറിലുള്ളത് മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ അല്ലേ? Okay. If all the components in the solution behave like an ideal gas, the total pressure of the solution equal to the sum of partial pressure of the individual component. Okay. ഓക്കെ, അതെങ്ങനെയാണ്? നമുക്ക് നമ്മുടെ റൗൾസ് ലോ പറയുന്നത് പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് പ്യുവർ കോമ്പണൻറ്റിൻ്റെ പ്രഷറും പിന്നെന്താ മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? N2/N1 + N2 അല്ലേ? അതാണ് നമ്മൾ പാർഷ്യൽ പ്രഷർ. ഇപ്പം നമ്മൾ പറയുന്നത്, ഇയാൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ റൗൾട്ട് പറഞ്ഞത് ഇഫ് ഓൾ കോമ്പണൻറ്റ്സ് ഇൻ ദ സൊല്യൂഷൻ, എല്ലാ കോമ്പണൻറ്റ്, ഇവിടെ രണ്ട് A+B+C എന്ന് പറയുന്ന ഒരു സിസ്റ്റം ആണെങ്കിൽ എയും ബിയും സിയും എന്തായിട്ട് ഐഡിയലായിട്ടാണ് ബിഹേവ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്തെടുക്കാം? പാർഷ്യൽ പ്രഷർ ഇസ് ദ സം ഓഫ് ഇൻഡിവിജ്വൽ കോമ്പണൻറ്റ്. പാർഷ്യൽ പ്രഷറിന് എന്തെടുക്കാം? PT = P total = PA + PB + PC എടുക്കാം. അവിടെ PA, PB, PC എന്തായിരിക്കും? PA, PB, PC എന്ന് പറയുന്നത്, PA എന്ന് പറയുന്നത് പാർഷ്യൽ പ്രഷർ ഓഫ് A, പ്യുവർ കോമ്പൗണ്ടിൻ്റെ പാർഷ്യൽ പ്രഷർ ഇൻറ്റു അതിൻ്റെ മോൾ ഫ്രാക്ഷൻ ഇൻറ്റു ബിൻ്റെ ആണെങ്കിലും പാർഷ്യൽ പ്രഷർ ഓഫ് B ഇൻറ്റു മോൾ ഫ്രാക്ഷൻ ഓഫ് B, അങ്ങനെ സീൻ്റെ. ഓക്കെ, ഇതിൻ്റെയൊക്കെ സമ്മായിരിക്കും. ഓക്കെ, P total എന്ന് പറയുന്നത് PA + PB + PC ആയിരിക്കും എന്നാണ് എന്ത് പറയുന്നത്? റൗൾസ് ലോ പറയുന്നത്. അങ്ങനെ നമുക്ക് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ റൗൾസ് ലോ വെച്ചിട്ട് മനസ്സിലാക്കാമെന്നാണ് ഇവിടെ പറഞ്ഞത്. ഇഫ് ഓൾ ദ കോമ്പണൻറ്റ് ഇൻ ദ സൊല്യൂഷൻ ബിഹേവ് ലൈക്ക് എൻ ഐഡിയൽ ഗ്യാസ്, ദ ടോട്ടൽ പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ ഈസ് ഈക്വൽ ടു ദ, എല്ലാം ഐഡിയൽ ഗ്യാസിനെ പോലെ ബിഹേവ് ചെയ്താൽ ടോട്ടൽ പ്രഷർ എന്തായിരിക്കും? സം ഓഫ് ദ പാർഷ്യൽ പ്രഷർ ഓഫ് ദി ഇൻഡിവിജ്വൽ കോമ്പണൻസിന് ഈക്വൽ ആയിരിക്കും. ഇഫ് സൊല്യൂട്ട് ഇസ് നോൺ വോളറ്റൈൽ, സൊല്യൂട്ട് എന്താണ്? ഒരു നോൺ വോളറ്റൈൽ കോമ്പണൻ്റ് ആണെങ്കിൽ വേപ്പർ പ്രഷർ ഓഫ് സം ഓഫ് സൊല്യൂട്ട് നോൺ വോളറ്റൈൽ ആണെങ്കിൽ component, then the vapor pressure is the proportional to the mole fraction of solvent. ഓക്കെ, എന്താണ്? നമ്മൾ വോളറ്റൈൽ അല്ല, നോൺ വോളറ്റൈൽ ഇട്ടുള്ള സൊല്യൂട്ടാണ് ആഡ് ചെയ്യുന്നത്. വേപ്പർ പ്രഷർ ആരാണ് എക്സേർട്ട് ചെയ്യുന്നത്? വോളറ്റൈൽ ഇട്ടുള്ള വേപ്പർ ഫേസിലുള്ള കോമ്പണൻസ് ആണ് എക്സേർട്ട് ചെയ്യുന്നത് അല്ലേ? അപ്പം നമ്മൾ പറയുന്ന സൊല്യൂട്ട് എന്താണ്? നോൺ വോളറ്റൈലാണ്. അപ്പോൾ അത് വേപ്പർ ഫേസിൽ അവൈലബിൾ അല്ല. അപ്പോൾ പാർഷ്യൽ പ്രഷർ എന്താവും? ഇപ്പം നമ്മൾ സൊല്യൂഷനിൽ A+B ആണെങ്കിൽ പാർഷ്യൽ പ്രഷർ എന്തിനെ മാത്രമേ കൺസിഡർ ചെയ്യേണ്ടൂ? പാർഷ്യൽ പ്രഷർ എന്തിൻ്റെ? PAനെ മാത്രമേ കൺസിഡർ ചെയ്യേണ്ടൂ. ബിക്കോസ് നമ്മൾ ആഡ് ചെയ്ത സൊല്യൂട്ടിന് എന്തില്ല? വേപ്പർ പ്രഷർ ഇല്ല. ഓക്കെ, സപ്പോസ് ഓക്കെ നമ്മളിവിടെ കണ്ടു, ഞാൻ പറഞ്ഞു എന്താ നമ്മളെ
റൗൾസ് ലോ അനുസരിച്ചിട്ട് പി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? ഈ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പറയാം നമ്മളിങ്ങനെ ഇക്വേഷൻ പഠിച്ചെന്നുള്ള രീതിയിലാണ് പറയുന്നതെങ്കിൽ പി എന്ന് പറയുന്നത് പാർഷ്യൽ പ്രഷർ ഓഫ് എ ഈസ് ഈക്വൽ ടു പ്യുവർ കോമ്പണൻ്റ് പ്രഷർ ഇൻറ്റു മോൾ ഫ്രാക്ഷൻ. അപ്പോൾ ഇതെന്നിങ്ങനെ എഴുതാം നമുക്ക്? പ്രൊപ്പോർഷണാലിറ്റി സൈൻ കൊണ്ടുവരികയാണെങ്കിൽ പാർഷ്യൽ പ്രഷർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ മോൾ ഫ്രാക്ഷൻ എന്ന് എഴുതാം. ഓക്കെ, മോൾ ഫ്രാക്ഷൻ ഓഫ് സോൾവെൻ്റ് എന്ന് എഴുതാം അല്ലേ? സോൾവെൻ്റ് മാത്രമാണ് പ്രഷർ എക്സേർട്ട് ചെയ്യുന്നത് അല്ലേ? അപ്പം പാർഷ്യൽ പ്രഷർ ഇസ് ഈക്വൽ ടു മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് N1/N1 പ്ലസ് N2. ക്ലിയർ ആണോ? ഇവിടെ നിന്ന് ക്ലിയർ ആവുന്നില്ല, ഞാൻ ഇച്ചിരി ഈ സൈഡിൽ ഫോക്കസ് ചെയ്യാം. ഓക്കെ, പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് P0 ഇൻറ്റു മോൾ ഫ്രാക്ഷൻ ആണല്ലേ? ഓക്കെ, ഇതിനെ ഞാൻ ഡിനോമിനേറ്ററിലോട്ടേക്ക് കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവരാമല്ലോ അല്ലേ? നമുക്കിപ്പം ജസ്റ്റ് മാത്തമാറ്റിക്സ് നോക്കുകയാണെങ്കിൽ 4 is equal to 3 ഇൻറ്റു എ പ്ലസ് ബി എന്നാണെങ്കിൽ നമുക്കിതെന്തിനെ കൊണ്ടുവരാം? ഡിനോമിനേറ്ററിലോട്ടേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതെന്താവും? 4/3 is equal to എ പ്ലസ് ബി എന്നാകും അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ എന്ത് ചെയ്യാം? പി ഈസ് ഈക്വൽ ടു P0 ഇൻറ്റു ഈ മോൾ ഫ്രാക്ഷൻ എന്നുള്ള N2/N1 പ്ലസ് N2നെ ഡിനോമിനേറ്ററിലോട്ടേക്ക് കൊണ്ടുവന്ന ഇക്വേഷൻ എങ്ങനെയാവും? ഇതുപോലെയാവും. ഓക്കെ, എന്താ ഇക്വേഷൻ? P/P0 ഇസ് ഈക്വൽ ടു N1/N1 പ്ലസ് N2. ഞാൻ ഇതുവരെ N2 ആണ് മുകളിൽ പറഞ്ഞതെങ്കിൽ ഒന്ന് തിരുത്തുക. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഹോൾ ഇക്വേഷന് 1 മൈനസ് ചെയ്യുന്നു. ഇവിടെ 1 മൈനസ് ചെയ്യുന്നു, ഇവിടെയും 1 മൈനസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എങ്ങനെ ഇരിക്കും ഇക്വേഷൻ? 1 മൈനസ് P0 ബൈ P/P0 എന്നും ആവും. പിന്നെന്താവും? ഇസ് ഈക്വൽ ടു 1 മൈനസ് N2/N1 അല്ലേ? ക്ലിയർ ആണോ? ഇതെങ്ങനെയാവും? അതിന് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാവും? ഇതാണ് ഇപ്പം നമുക്ക് കിട്ടിയ ഇക്വേഷൻ അല്ലേ? ഇതിനെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോയാൽ 1 മൈനസ് P/P0 ആണെങ്കിൽ അതെന്താവും? P0 മൈനസ് P/P0. ഇതെങ്ങനെയാവും? ഇത് ഞാൻ എക്സ്പാൻഡ് ചെയ്ത് എഴുതിത്തരാം. ഇതെങ്ങനെയാവും? ഈ മൊത്തം ടേം ഇങ്ങോട്ടേക്ക് പോകും അല്ലേ? ഈ മൊത്തം ടേം 1 മൈനസ് N1 പ്ലസ് N2 എന്നുള്ള ടേം എന്തായി മാറും? N1 പ്ലസ് N2 മൈനസ് N1 പ്ലസ് N2 ആ 1ൻ്റെ അപ്പുറം ഇൻറ്റു ചെയ്ത് പിന്നെ ഈ മൈനസും മൈനസ് N2/N1 പ്ലസ് N2. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ എന്താകും? നമുക്ക് എന്താ ന്യൂമറേറ്ററിൽ കിട്ടുന്നത്? N1 പ്ലസ് N2 മൈനസ് N1/N1 പ്ലസ് N2 അല്ലേ? ഇതിങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം. ഇവിടെ N1 കോമൺ ആണ് അല്ലേ? N1 മൈനസ് N1 ആണുള്ളത്. അപ്പോൾ കട്ട് ചെയ്ത് N2 മാത്രമേ ന്യൂമറേറ്ററിൽ വരും. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എന്തായി? P മൈനസ് P0/P ഈസ് ഈക്വൽ ടു N2/N1 പ്ലസ് N2. ഇതെന്താണ്? X2 ആണല്ലേ? X2 എന്ന് പറയുന്നത് നമ്മളെ സൊല്യൂട്ടിൻ്റെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെയാണ് എന്ത് ഡിപ്പെൻഡ് ചെയ്യുന്നത്? വേപ്പർ പ്രഷർ, ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ ഡിപ്പെൻഡ് ചെയ്യുന്നത്. X2 ആയി അല്ലേ? Here P0 is vapor pressure of pure solvent. P minus P0 is lowering of vapor pressure. P0 minus P എന്താണ്? lowering of vapor pressure ആണ്. P0 minus P/P0 എന്താണ്? relative lowering of vapor pressure ആണ്. Therefore the evident that the relative lowering of vapor pressure depends on the mole fraction of the solution. Hence ഇറ്റ്സ് എ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. ഇതെന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്?
നമ്പർ ഓഫ് സൊല്യൂട്ട് മോളിക്യൂൾസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അങ്ങനെ ഇതെന്താണ്, ഒരു കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ നോക്കുകയാണ്. ഇവിടെ എന്താ, ദ വേപ്പർ പ്രഷർ ഓഫ് 5% ഓഫ് അക്വസ് സൊല്യൂഷൻ. നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. അതിനകത്താണ് വേപ്പർ പ്രഷർ എന്താണ്, 5% ഓഫ് അക്വസ് സൊല്യൂഷൻ ഓഫ് എ നോൺ വോളറ്റൈൽ. ഫോക്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഞാനൊരു ഹൈലൈറ്റ് എടുക്കാം, അങ്ങനെ മനസ്സിലാവും. ഒരു വേപ്പർ പ്രഷറാണ് പറയുന്നത്. വേപ്പർ പ്രഷർ അല്ലേ പറയുന്നത്, എത്രയാണെന്നാണ് പറയുന്നത്, 5% സൊല്യൂഷൻ്റെ ആണെന്ന് പറയുന്നത്. 5% അക്വ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ, 5% അതിനകത്ത് സൊല്യൂട്ട് ഉണ്ട്, ബാക്കി എന്താണ്, വാട്ടറാണ്. അക്വ സൊല്യൂഷൻ അല്ലേ, അക്വ എന്ന് പറഞ്ഞാൽ എന്താ, വാട്ടറാണ് അല്ലേ. 5% എന്ന് പറഞ്ഞാൽ എത്രയായി, 100ൽ 5 എത്രയായി, 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 എന്തായി, സൊല്യൂട്ടിൻ്റെതായി. സൊല്യൂട്ടിൻ്റെ വെയിറ്റ് എന്തായി, 5 100 - 5 എന്തായി, സോൾവെൻ്റായി 95. മനസ്സിലായിന്ന് കരുതുന്നു. ഓക്കെ, ഇതൊക്കെ ആദ്യം എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കാം. അടുത്തത്